good music. Here is ITL World Junior Idol Season 2. എല്ലാവർക്കും ITL World Junior Idol Season 2 ഇന്നത്തെ കളർഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം. Now let's give a hearty welcome for our strong judging panel, Vijay Bal, Rimi Tommy and Anup Shankar. ITL World Junior Idol Season 2 ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഇളയരാജ ക്ലാസിക്സ് റൗണ്ടിലാണ് തുടക്കം കുറിക്കുന്നത്. ഈ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്വന്തം കൃഷ്ണേന്ദു. ലെറ്റ്സ് ഹിയർ ഇറ്റ് അപ്പ് ഫോർ കൃഷ്ണേന്ദു. ഹായ് കൃഷ്ണേന്ദു. ഹായ്. തേർഡ് സ്റ്റേജ് ആണ്. ഇളയരാജ സാറിന്റെ ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഉദയഗീതം എന്ന ഫിലിമിലെ SPB സാറും ജാനകിയമ്മയും കൂടി പാടിയ പാടുന്നില്ല വേണു. കഴിഞ്ഞ റൗണ്ടിൽ ജഡ്ജസ് പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്തോന്നോ? കറക്റ്റ് ചെയ്തു അല്ലേ? ഇത് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഡു യുവർ ബെസ്റ്റ്. ലെറ്റ്സ് മൂവ് ടു ദ പെർഫോമൻസ്.
കൃഷ്ണേന്ദു, ഇറ്റ് വാസ് ജസ്റ്റ് സൂപ്പർ. താങ്ക് യു. നന്നായി ഇഷ്ടപ്പെട്ടു എനിക്ക്. താങ്ക് യു. കമന്റ്സ് അറിയാണല്ലേ? ചേച്ചി പറയൊന്നും വേണ്ട, നമുക്ക് കമന്റ്സ് അറിയാം അല്ലേ? ഓക്കെ, രമി ചേച്ചി. കൃഷ്ണേന്ദു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ട് മോള് ഭംഗിയായിട്ട് തന്നെ പാടി കേട്ടോ. താങ്ക് യു ചേച്ചി. ആയിട്ടേക്കുന്ന ഡ്രസ്സ് പോലെ, ചുടിയേക്കുന്ന മുല്ലപ്പ് പോലെ, ഒരുപക്ഷെ ഏതൊക്കെ നമ്മൾ എന്തൊക്കെ അടിച്ചുപൊളി എന്ത് ഡ്രസ്സ് ഇട്ടാലും, പ്രത്യേകിച്ച് മലയാളികൾക്ക് ഇത്തരത്തിലുള്ള ഡ്രസ്സിലിടും, സെറ്റ് സാരിയും സെറ്റും ഉണ്ട്, അല്ലെങ്കിൽ കശവ് സാരി, അല്ലെങ്കിൽ ദാവണി, പാവടയും ബ്ലൗസ്, ഈ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു പ്രത്യേക പെൺകുട്ടികൾക്ക് ഒരു പ്രത്യേക ഒരു ചന്തമാണ്. അത് കാണാൻ പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കാണുന്നേക്കാളും ആൺകുട്ടികൾക്കായിരിക്കും, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് നോക്കി കാണുമ്പോൾ ഒരു പ്രത്യേക സൗന്ദര്യം അവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഈ രണ്ട് പുരുഷന്മാരോട് എനിക്ക് ചോദിച്ചറിയാനുണ്ട് അതിനെപ്പറ്റി. എന്താണ്? നോ കമന്റ്സ്. എന്തെങ്കിലും കമന്റ് പറയാം അതിനെപ്പറ്റി. പാട്ടിലോട്ട് വരുമ്പോ മോളെ, എന്താ പറയാ, ജാനകിയമ്മ ആലപിച്ച വളരെ മനോഹരമായ ഒരു ഗാനം നന്നായി തന്നെ മോള് പാടി. പിന്നെ ചെറിയ ചെറിയ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് ശ്രദ്ധിക്കുമ്പോൾ അനുപല്ലവിയിലൊക്കെ പാട്ട് അനുവിന് നന്നായിട്ടായിരുന്നു. അനുപ് കുറച്ചുകൂടെ നന്നായിട്ട് പറഞ്ഞു തരും. ചേച്ചിക്ക് തോന്നിയത് തുടക്കത്തിന്റെ ഫസ്റ്റ് ലൈൻ തന്നെ പാടനിലാവേ, അങ്ങനെയല്ലേ? പാടനിലാവേ അല്ലേ? അങ്ങനെ തോന്നും. മോള് ഫസ്റ്റ് പാടിക്ക് ആദ്യത്തെ പാടനിലാവേ, അങ്ങനെയായിരുന്നോ പാടിയത്? പാടനിലാവേ. മോചേട്ടാ അങ്ങനെയാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ അങ്ങനെ ചില കാര്യങ്ങൾ അവർ അനുപല്ലവിയില്, നമുക്ക് ജാനകിയമ്മയുടെ ഒരിക്കലും ഒരു പെർഫെക്ഷൻ നമുക്ക് സാധാരണ കുട്ടികൾക്ക് വരില്ല. മോള് ചെറിയ പ്രായമാണ്, എന്നാലും ഒരുപാട് ശ്രദ്ധിച്ചാൽ മോക്ക് ഇനി ഒത്തിരി നന്നാക്കാം. അതിന്റെ ആ ഫീൽ ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായി പാടിയത് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നു കേട്ടാ. മോളെ കൃഷ്ണേന്ദു, രാജസാറിന്റെ നല്ലൊരു കമ്പോസിഷൻ ഉദയഗീതം എന്ന സിനിമയിലെ പാട്ടാണ്. ഇതിലെ എല്ലാ ഗാനങ്ങളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു, വളരെ പ്രത്യേകിച്ച് ഈ ഗാനം. ഇത് രാജസാറിന്റെ കമ്പോസിഷൻ നമുക്കറിയാം. അതുപോലെ തന്നെ എം മെഹത്ത എന്നൊരു കവിയാണ് എഴുതിയിരിക്കുന്ന ഈ പാട്ട്. മോള് നന്നായിട്ട് തന്നെ പാടി. ആസ് സെഡ്, വളരെ സർപ്രൈസിംഗ് ആയി തോന്നിയ കാര്യം, മോള് ഗ്രൂമിങ്ങിൽ പാടുമ്പോൾ വരാതിരുന്ന ചില നോട്ടുകൾ ഇന്ന് കയറി വന്നു. അതെങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. സ്പെഷ്യലി ദ സ്റ്റാർട്ടിങ് പാടുന്നില്ലാവേ, അത് ചെറിയൊരു ചേഞ്ച് തോന്നി ഇന്ന് പാടിയപ്പോ. അത് മാത്രമല്ലാതെ മോളെ പൊതുവേ മോളുടെ ഒരു ബ്രെത്ത് ഡ്യൂറേഷൻ ഇത്തിരി കുറവുള്ള സിംഗറാണ് മോൾ. അത് ദർ ഇസ് നത്തിങ് ടു വറി അബൌട്ട്. ഇപ്പൊ ഈ പാട്ട് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ഒരു ബ്രത്തിന്റെ ആവശ്യമുള്ള പ്ലേസസ് ഒന്നുമില്ല. ബിക്കോസ് അത്രയല്ല മാക്സിമം. അതാണ് എന്റെ മാക്സിമം ഡ്യൂറേഷൻ എന്നുള്ളതാണ് എന്റെ ഓർമ്മ. അപ്പോ അത് ബ്രെത്ത് മുറിക്കുകയാണെങ്കിലും യു ഷുഡ് ഹവ് കട്ട് ഇറ്റ് ആൻഡ് യുനോ അതറിയാത്ത രീതിയിൽ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഈ പാട്ടിൽ ആക്ച്വലി. സോ അതൊന്നുകൂടി പ്ലാൻ ചെയ്യാമായിരുന്നു. ബ്രെത്ത് എലമെന്റ് ആണ് ഈ പാട്ടിൽ മൊത്തത്തിൽ ഡിസ്റ്റർബ് ചെയ്തത്. വളരെ പ്രത്യേകിച്ച് ശരണത്തിൽ ഒരു പോർഷൻ മോൾ അസലായിട്ട് പാടി വന്നതായിരുന്നു. പക്ഷേ വേദങ്ങളെ എന്ന വാക്ക് മുറിഞ്ഞുപോയി. അപ്പൊ അതിന്റെ കംപ്ലീറ്റ് ആ ഫ്ലോ നമുക്ക് അവിടെ നഷ്ടപ്പെട്ടു. അപ്പൊ ആ ഒരു ബ്രെത്ത് ഫാക്ടർ ഒന്നുകൂടി ശ്രദ്ധിക്കുക. ഇറ്റ് വുഡ് ഹാവ് ബീൻ ആൻ എക്സലന്റ് പെർഫോമൻസ് ഇഫ് ആ ബ്രെത്ത് കൺട്രോളും കൂടി നന്നായിരുന്നെങ്കിൽ അത്ര മനോഹരമായ ഒരു പെർഫോമൻസ് ആയനെ. നെവർ മൈൻഡ്, next performance will be even more better. So all the best. God bless you. കൃഷ്ണേന്ദു, ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ വളരെ മനോഹരമായിട്ടുള്ള വോയിസുകളിൽ ഒന്നാണ് കൃഷ്ണേന്ദുവിന്റെ ഈ മത്സരത്തിൽ, ഈ കോntestil. അത് ഈ പാട്ടിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഇവർ പറഞ്ഞു കഴിഞ്ഞല്ലോ. കൺസിസ്റ്റൻസി കുറവായിരുന്നു ഈ പെർഫോമൻസിൽ, ശ്രുതിയുടെ കാര്യത്തിലൊക്കെ. പ്രത്യേകിച്ച് ഇത്തരം ഒരു ഈണം, ഇത്തരം ഒരു രാഗത്തില് കൺസിസ്റ്റന്റ് ആവുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് മോൾക്കത് പറ്റിയത്. മോഹനവും അതുപോലെ അതിൽ തന്നെ ദൈവതവും ഗാന്ധാരവും ഒക്കെ ചെറുതായി പെട്ടെന്ന് ചെറിയ ധാ പിടിച്ചിട്ട് പെട്ടെന്ന് വലിയ ദൈവതം അങ്ങനെയൊക്കെ വരുന്ന ഒരുപാട് മാറിയും മറിഞ്ഞും നോട്ടുകൾ വരുന്ന പാട്ടാണ്. പ്രത്യക്ഷത്തിൽ വളരെ സിമ്പിളായിട്ട് തോന്നുന്ന ഒരു പാട്ടാണ്, പക്ഷെ പാടി ഫലിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിൻ്റെതായിട്ടുള്ള ചില മിസ്റ്റേക്സ് ആണ് എനിക്ക് തോന്നിയത്. ഓൾമോസ്റ്റ് എല്ലാ പോർഷൻസിലും ആ ഒരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടായിരുന്നു കേട്ടാ. അത് പാടി ശരിക്കും ശ്രുതിയിലേക്ക് വീഴുന്ന രീതിയിൽ, സ്വരങ്ങൾ വീഴുന്ന രീതിയിൽ ഒന്ന് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്താൽ മതി. അതർവൈസ് ഗുഡ് കേട്ടോ. ഗുഡ് ലക്ക്. താങ്ക് യു വിജയേട്ടാ. കൃഷ്ണേന്ദു, കമന്റ്സ് ശ്രദ്ധിച്ചേട്ടല്ലോ. അടുത്ത പ്രാവശ്യം ഇതും കറക്റ്റ് ചെയ്ത് വരണം. ഓക്കെ,
മാർക്ക് അറിയാം. ഓക്കെ ബിജേട്ടാ, ഔട്ട് ഓഫ് 30? Out of 30, 26.75. ഫീല് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ ഫീല്. സോ 2.5. താങ്ക് യു ബിജേട്ടാ. റീം ചേച്ചി? 27. 27 on 30. സ്റ്റൈൽ, ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർഫോമൻസ് ഔട്ട് ഓഫ് 4? 4ല് 3.75. താങ്ക് യു ചേച്ചി. അനുവേട്ടാ? മോളെ പുതിയൊരു നോട്ട് സമ്മാനിച്ചതിന് ഞാൻ 1/2 മാർക്ക് കുറയ്ക്കുന്നു. അതുകൊണ്ട് 26.5 ഔട്ട് ഓഫ് 30. ആൻഡ് എക്സ്പ്രഷൻ നന്നായിരുന്നു മോളെ. ഓൺ ദ ഹോൾ ഇറ്റ് വാസ് ഗുഡ്. 2.5 ഔട്ട് ഓഫ് 3. താങ്ക് യു അനുവേട്ടാ. കൃഷ്ണേന്ദു? 89 on 100. ഒരു മാർക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് 90 എത്തിപ്പെട്ടേനെ അല്ലേ? കുഴപ്പമില്ല. ഇനിയും ഈ സ്റ്റേജിൽ 2 റൗണ്ടും കൂടെ ബാക്കിയുണ്ട്. അതിൽ തകർത്ത് പെർഫോം ചെയ്യണം. യു ക്യാൻ ഡു ഇറ്റ്. ജഡ്ജസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കൂലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മോൻ അസലായിട്ട് പാടി. ജൂനിയർ ഐഡലിലെ സീസണിലെ കുട്ടികള് എല്ലാവരും ബെസ്റ്റായി പാടുന്നു. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കട്ടെ. നല്ല സ്വീറ്റ് ആയിരുന്നു, ബോൾഡ് ആയിരുന്നു, എക്സ്പ്രസീവ് ആയിരുന്നു. സിംഗിങ് ഭയങ്കര പ്രൊഫഷണൽ ആണ് മോൾ. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ഐഡിയൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിലെ നെക്സ്റ്റ് പെർഫോമറെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഇഷൽ ദർബാർ റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം അലീന സ്റ്റാൻലി. Put your hands together for Alina. അലീന ഒരു ടിപ്പിക്കൽ താത്തക്കുട്ടിയായിട്ടുണ്ട്. ഈ റൗണ്ടിൽ എല്ലാവരും ഈ ഒരു വേഷം തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ. ആരെങ്കിലും പറഞ്ഞോ? എല്ലാവരും പറഞ്ഞു അല്ലേ? ഓക്കെ. ഇന്ന് അലീന ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ദൈവനാമത്തിൽ എന്ന മൂവിയിലെ 7ാം ബഹറിന്റെ. ചേച്ചിയുടെ ഭയങ്കര ഫേവറേറ്റ്, വൺ ഓഫ് ദ ഫേവറേറ്റ് സോങ് ആണ്. നന്നായിട്ട് പാടണം എനിക്ക് വേണ്ടി. നന്നായിട്ട് പെർഫോം ചെയ്യാം. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. Bye.
മോഹബത്തിനിണയായ കണ്ണേ. ബദറിൽ മുനീറിന്റെ ബദലായ ഗാനം, ഹുസ്നുൽ ജമാലിന്റെ ഉയരായ ഗാനം. ബദറിൽ മുനീറിന്റെ ബദലായ ഗാനം, ഹുസ്നുൽ ജമാലിന്റെ ഉയരായ ഗാനം. ഉമർ ഖയ്യാമിന്റെ ഭാവനാൽ നെയ്തെടുത്ത ഓമലാളിന്റെ ഓമനപ്പാട്ടിന്റെ ഈണം. ഓമലാളിന്റെ ഓമനപ്പാട്ടിന്റെ ഈണം. നിനക്കായി പാടുമ്പോൾ, അഴകായി പാടുമ്പോൾ, കരിവള കൈയടിക്കടി ഒപ്പനപ്പാട്ടിന്റെ റാണി. പരവശമെന്തിനു പെണ്ണെ പാതിരാപ്പൂവൈ. ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ, അസർമുല്ല പോലുള്ള പെണ്ണേ. മോഹബത്തിനിണയായ കണ്ണേ. സുന്ദരമാരൻ പുതുമണിമാരൻ, അരങ്ങിനരങ്ങായ മാരല്ലോ. അരികിൽ വരവായി ബീവി, കാണാൻ വരവായി ബീവി. ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ, അസർമുല്ല പോലുള്ള പെണ്ണേ. മോഹബത്തിനിണയായ കണ്ണേ. അലീന, നന്നായിരുന്നു അലീന. നന്നായിട്ട് പാടി, നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്റെ ഫേവറേറ്റ് സോങ് ആണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടമായി. നമുക്ക് ജഡ്ജസിന് ഇഷ്ടപ്പെട്ടൊന്ന് ചോദിക്കാം അല്ലേ? ഓക്കെ, ജഡ്ജസ്. അലീന എന്തോ നല്ല ഉഗ്രനായിട്ട് പാടി മോളെ. കേട്ടോ? അസലായിട്ട് പാടി, നല്ല ബോൾഡായിട്ട് പാടി. നല്ല വോയിസ് ആണ് അലീനയുടെ. എപ്പോഴും പറയാറുള്ളതാണ്. അത് തന്നെ ഇപ്പോഴും സംഭവിച്ചു. നല്ല എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു പല സമയങ്ങളിലും. ആകെ ഒരു കാര്യം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ, മിക്ക വരികളുടെയും എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അടുത്ത വരിയെ കുറിച്ചുള്ള ഒരു വെപ്രാളമുണ്ട്. അപ്പൊ അത് ആ വരിയെ ബാധിക്കും കേട്ടോ. ആ വരിയെ ബാധിച്ച് അത് എങ്ങനെയെങ്കിലും തീർത്തിട്ട് അടുത്ത വരി ബ്യൂട്ടിഫുൾ ആയിട്ട് പാടാനുള്ള ഒരു എന്തൂസിയാസം ഉണ്ട്. അത് ആ വരി കഴിയുന്നവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അത്ര എനിക്ക് തോന്നിയുള്ളൂ. ബാക്കി പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. നല്ല സ്വീറ്റ് ആയിരുന്നു, ബോൾഡ് ആയിരുന്നു, എക്സ്പ്രസീവ് ആയിരുന്നു കേട്ടോ. നല്ല പാട്ടും. ഓക്കെ അലീന, എന്തോ ശരിക്കും എന്താ പറയാ, ഒരു മുസ്ലിം കുട്ടി അല്ലേ? തട്ടമൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട്. ഇന്ന് തട്ടം എന്ന് പറയാ കേരളത്തിന്റെ ഒരു വീക്ക്നെസ് ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് അല്ല, ഇന്നിപ്പോ തട്ടമിടാത്തവര് പോലും തട്ടമിടാൻ തോന്നുന്ന രീതിയിൽ ആണ് ആ ഒരു സിനിമ കണ്ടപ്പോ. മൊത്തം ആ സിനിമ കഴിഞ്ഞ ദിവസം കണ്ടതുള്ളൂ. അപ്പൊ ആ സിനിമയിലോട്ട് എപ്പോഴും എന്നെ കൊണ്ടുപോകുന്നു ഈ തട്ടം കാണുമ്പോ. നല്ല രസമുള്ള ഒരു പാട്ട്. മഞ്ജിരി ചേച്ചിയാണ് ഇത് പാടിയേക്കുന്നത്. മഞ്ജിരിയുടെ വോയിസിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞ ഒരു വളരെ സ്വീറ്റ് ആണ്, വളരെ ബോൾഡ് ആണ്. അതുകൊണ്ട് ഈ പാട്ട് അതേപോലെ തന്നെ മോളുടെ ശബ്ദവും നല്ല, ബിജേടൻ പറഞ്ഞ പോലെ നല്ല ബോൾഡായ ഒരു ശബ്ദത്തിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ അതിന്റെ ഒരു സുഖമുണ്ട്. പിന്നെ കുറച്ചുകൂടെ മോക്ക് ഇനിയും നന്നാക്കാം അല്ലെ? എന്ത് തോന്നുന്നു? മഞ്ജരി ചേച്ചിയുടെ അത്ര എത്താൻ ഇനിയും ശ്രമിക്കാം അല്ലെ? കുറച്ച് ഒരു ഫീല് അല്ലെ? ഏഴാം ബഹറിന്റെ വാതിൽ തുറന്നോളെ, അസർമുല്ല പോലുള്ള, അങ്ങനെ കുറച്ച് ഇത് മോക്ക് ഇനിയും രസം. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പാട്ട് ഇപ്പോഴും ചേച്ചിയുടെ മനസ്സിലുണ്ട്. മറ്റേ അരികിൽ ഒരു മറ്റേ ആരാണ് നീ, എന്ത് രസമായിട്ട് പാടി. അപ്പോ ഈ പാട്ടും നമ്മുടെ ഡാൻസേഴ്സിന് സ്പെഷ്യൽ ഒരു കൈയടി കൊടുക്കണം. അവരെ കുറെ നാളായി, അവരെവിടെ പോയി എന്ന് കഴിഞ്ഞ സീസണിൽ നമ്മുടെ പാട്ടിന് ഇത്രയും രസകരമായിട്ട് അവര് കൊറിയോഗ്രാഫി ചെയ്തവരാണ്. അവരെവിടെ പോയി എന്ന് അന്വേഷിച്ചപ്പോൾ പ്രത്യേകിച്ച് ഈ സൈഡിൽ നിൽക്കുന്ന കുട്ടിയൊക്കെ എല്ലാ പാട്ടിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ വീണ്ടും തിരിച്ചു വന്നതിൽ ഒത്തിരി സന്തോഷം. നിങ്ങളുടെ വിലപ്പെട്ട സഹകരണം ഞങ്ങൾക്ക് ഇനിയും വേണം. പിന്നെ കൂടുതലൊന്നും പറയില്ല. ഇങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ നമ്മുടെ വർഷേനെ എനിക്ക് ഓർമ്മ വരുന്നു. ആ വർഷയുടെ ഒരു മുഖവും ഒക്കെ കഴിഞ്ഞ സീസണിലെ നമ്മുടെ ഒരു ഫസ്റ്റ് കിട്ടിയ കുട്ടിയായിരുന്നു. നല്ല മിടുക്കിയായി പാടി. നല്ലൊരു സോങ് സെലക്ഷൻ. എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്.
സാധാരണ മാപ്പിള പാട്ടുകളുടെ രീതിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു പാട്ടെന്നും കൂടെ എനിക്ക് തോന്നുന്നു. ശരിയാണ് നടത്തില്ല. കൈതപ്രം സാറാണെന്നു സംഗീത സംവിധായകൻ. എന്റെ പ്രിയ സുഹൃത്തായ ഭാവന അഭിനയിച്ച ഒരു ചിത്രമാണ് ദൈവനാമത്തിൽ. അപ്പൊ അതിനുശേഷം ഭാവനയ്ക്ക് കിട്ടിയ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ഒഴിവുമുറി അല്ലെ, ഒഴിമുറി. അതിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ ബിജി ചേട്ടനാണ്. ഓക്കെ മോളെ, എനിവേ വെരി ഗുഡ്. താങ്ക് യു. അലീന, കൈതപ്രം ബ്രദേഴ്സ്, അതായത് കൈതപ്രം വിശ്വനാഥൻ സാർ സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി അദ്ദേഹം രചനയും നിർവഹിച്ച ഒരു പാട്ടാണ്. മോൾ അസലായിട്ട് പാടി. താങ്ക് യു സർ. മഞ്ചരി ആലപിച്ച ഗാനം മോളുടെ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള വോയിസ് അതിനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചു. താങ്ക് യു സർ. മ്യൂസിക്കൽ കറക്ഷൻസ് പറഞ്ഞു ബിജിച്ചേട്ടനും റിമിയും പറഞ്ഞിരുന്നു. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, മോളുടെ ഇത്രയും നല്ല സിംഗിങ്ങിനെ കോംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഒരു കാര്യം കൂടിയുണ്ട്. നമ്മുടെ സ്റ്റേജ് പ്രസൻസ് എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ നമ്മളുമായി സംവദിക്കുന്നത് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ചിരിയിലൂടെ കുറച്ചുകൂടി പ്ലീസിംഗ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ പാടുന്ന വെരി ഗുഡ് സിംഗിങ് വിൽ ബി ടേൺഡ് ഇൻ ടു ആൻ എക്സലന്റ് സിംഗിങ്. ബിക്കോസ് അത് ലൈവ് സിംഗിങ്ങിന് അതിൻ്റെതായ ചില ധർമ്മങ്ങളുണ്ട്. സത്യം പറയുകയാണെങ്കിൽ അത് ഓഡിയൻസിലേക്ക് എത്തിക്കാൻ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ഘടകങ്ങളാണ് അവരെ നോക്കിയുള്ള ഒരു ചിരിയും അവരെ നോക്കിയുള്ള ഒരു ഇന്ററാക്ഷനും തുടങ്ങിയ ചെറിയ കാര്യങ്ങൾ. അതും കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഞാനും ഓർത്തു, ഭയങ്കര ദുഃഖപുത്രിയായിട്ട് നിന്ന് പാടുന്നുണ്ടായിരുന്നു. അവരപ്പുറത്തുപുറത്തൊക്കെ ഡാൻസ് ചെയ്യുന്നുണ്ട്. പാട്ട് മറന്നു പോവോ തെറ്റുമോ എന്നുള്ള പേടിയായിരിക്കാം അല്ലെ മോളുടെ? ആയിരുന്നോ? ഒന്നും വേണ്ട, നല്ല മിടിക്കായി പാടുന്ന കുട്ടിയല്ലേ അല്ലേ? അതെ, അതുമല്ലാതെ തല്ലിന്റെ ആവശ്യമുള്ളൂ. മോൾക്ക് അറിയാതെ തന്നെ മോളിലുള്ള ഒരു ക്വാളിറ്റി എന്ന് വെച്ചാൽ സിംഗിങ് ഭയങ്കര പ്രൊഫഷണൽ ആണ്. മോളുടെ ഭയങ്കര ഒരു പ്രൊഫഷണലിസം ഉള്ള സിംഗിങ് ആണ്. അപ്പൊ അത് എക്സലന്റ് ആക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ടിപ്സും കൂടി കണക്കിലെടുത്താൽ തീർച്ചയായിട്ടും ഇറ്റ് വിൽ ബി ഇൻ ടു ആൻ എക്സലന്റ് പെർഫോമൻസ്. ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു അനൂപേട്ട. കേട്ടോ കമന്റ്സ്? ഇനി എങ്ങനെ പാടും? ഇനി എങ്ങനെ ഇരുന്ന് പാടുമോ? അല്ല, നല്ല ലൈവ്ലി ആയിട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്ക് അങ്ങനെയാണെങ്കിൽ മാർക്സ് അറിയാം. ചെയ്യുമല്ലേ? ഓക്കെ ബിജേട്ടാ, ഔട്ട് ഓഫ് 30? ഔട്ട് ഓഫ് 30 27.25. താങ്ക് യു സർ. പിന്നെ ഫീൽ ഞാൻ പറയാം ഓൺ 3 2.5. താങ്ക് യു ബിജേട്ടാ. റിം ചേച്ചി 27.25. താങ്ക് യു ചേച്ചി. 4-ൽ ഇനി കുറച്ചുകൂടെ നല്ല മിടിക്കാവണം. അപ്പൊ ഇപ്പൊ 3 കേട്ടാ. താങ്ക് യു റിം ചേച്ചി. അനൂപേട്ട ഔട്ട് ഓഫ് 30? മോളെ 27 ഔട്ട് ഓഫ് 30. എക്സ്പ്രഷൻ വളരെ നന്നായിരുന്നു. അതുകൊണ്ട് തന്നെ 2.5 ഔട്ട് ഓഫ് 3. താങ്ക് യു അനൂപേട്ട. 89.75 on 100. കുഴപ്പമില്ല, ഒരു 25 കൂടെ കിട്ടിയിരുന്നെങ്കിൽ 90 ആയേനെ. പക്ഷെ കുഴപ്പമില്ല. അടുത്ത കുട്ടി, അവിടെയാണ് ആ ചെറിയ ഡിഫറൻസ് പറയുന്നത്. ഒന്നുകൂടി നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ അത് പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ വുഡ് ഹാവ് ഡെഫിനറ്റ്ലി ക്രോസ്ഡ് 90. അപ്പൊ ആ ചെറിയ കാര്യങ്ങൾ മനസ്സിൽ വെക്കുക. ചിരിച്ച് പ്ലസന്റ് ആയിട്ട് പാടുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അലീന, അപ്പൊ മനസ്സിൽ വെക്കാൻ നമ്മൾ പാട്ട് മാത്രമല്ല നോക്കുന്നത്, എല്ലാം ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നതും കൂടെ നോക്കുന്നില്ലേ ജഡ്ജസ്? അപ്പം അടുത്ത പ്രാവശ്യം കാണാം. ഗുഡ് ലക്ക്. താങ്ക് യു. പുലരിത്തൂ മഞ്ഞുതുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. മോൻ അസലായിട്ട് പാടി. വെയിലിൻ കയ്യിൽ അഴകോലും വർണ്ണചിത്രങ്ങൾ മാഞ്ഞു, വർണ്ണചിത്രങ്ങൾ മാഞ്ഞു. ജൂനിയർ ഐഡലിലെ സീസണിലെ കുട്ടികള് എല്ലാവരും ബെസ്റ്റായി പാടുന്നു. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കട്ടെ. Ideal World Junior Idol Season 2. Jai Hind TV, for the family, for the nation. ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസ് ആണ് ഐടിഎൽ വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 ഇന്നത്തെ എപ്പിസോഡിൽ കാവ്യമുരളിക റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു നമ്മുടെ സ്വന്തം അജൽ. ലെറ്റ്സ് ഗിവ് ഇറ്റ് അപ്പ് ഫോർ അജൽ. അജൽ, എങ്ങനെയുണ്ടായിരുന്നു കഴിഞ്ഞ റൗണ്ടുകളിലൊക്കെ? കുഴപ്പമില്ലായിരുന്നു. നല്ല നല്ല കമന്റ്സ് കിട്ടി, നല്ല സ്കോർസ് ആയിരുന്നില്ലേ?
ഈ റൗണ്ടിലും അതുപോലെ ആയിരിക്കോ? ശ്രമിക്കാം. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഇന്ന് കാവാല നാരായണപ്പണിക്കർ സാർ രചിച്ച ഉത്സവപ്പറ്റ എന്ന ഫിലിമിലെ പുലരുത്തും മഞ്ഞ തുള്ളി. നൈസ്, നന്നായിട്ട് പാടണം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ലെറ്റ്സ് വാച്ച് ഇറ്റ്. Ajal, without any question, you're a great singer. Thanks. ശരിക്കും ഐ എം റിയലി പ്രൗഡ് ഓഫ് ദിസ് സീസൺ. മോൻ ഇപ്പോഴും ഈ ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും നന്നായിട്ട് പാടുകയാണെങ്കിൽ നിന്റെ ഫ്യൂച്ചർ എന്തായിരിക്കും? നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ കാണാം. ഇനി നമുക്ക് കമന്റ്സ് അറിയാം. വിചേട്ടാ. അജൽ, ഒരു അത്യുഗ്രൻ പാട്ടാണ് ഉത്സവ പിറ്റേന്ന് പറയുന്ന സിനിമയുടെ. മോൻ അസലായിട്ട് പാടി കേട്ടോ, അസലായിട്ട് പാടി. മോന്റെ എക്സ്പ്രഷനൊക്കെ അതിഗംഭീരമാണ്. ഒരു അതിനകത്ത് വേറൊരു ചോദ്യമില്ല. കാരണം അത്രയ്ക്ക് ഇത് ശരിക്കും ഉത്സവ പിറ്റേന്ന് പറയുന്ന സിനിമ ശ്രീ ഭരത് ഗോപിയാണ് സംവിധാനം ചെയ്തത്. വൺ ഓഫ് ദ മോസ്റ്റ് എമിനന്റ് ആക്ടേഴ്സ് ഇൻ ആ കൺട്രി
നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമയാണ് കാവാലം നാരായണ പണിക്കരുടെ കവിതയാണിത്, ദേവരായ മാഷിന്റെ സംഗീതം. അപ്പോ ഈ കാവാലം സാറിന്റെ പാട്ടുകൾ നമുക്കറിയാം, അന്നുവരെ കേൾക്കാത്തതും ഇനി കേൾക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരു പ്രത്യേക ശൈലിയാണ് അദ്ദേഹത്തിന്റെ ഒരു കവിതയ്ക്കും. അദ്ദേഹം ഒരു എന്താ പറയാ, വളരെ ഒരു ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹം. നാടകാചാര്യനാണ്, കാളിദാസ് സമ്മാൻ കിട്ടിയ ആളാണ്, പത്മവിഭൂഷൺ കിട്ടിയ ആളാണ്. അപ്പോൾ ഒരുപാട് ഒരു വേഴ്സറ്റിലിറ്റി അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലും അദ്ദേഹത്തിന്റെ സർഗ ജീവിതത്തിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു റിഫ്ലക്ഷൻ അദ്ദേഹത്തിന്റെ കവിതകളിലുണ്ട്. ഈ ഉത്സവപ്പിറ്റേന്നിന്റെ കഥ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ ശ്രീ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ വളരെ നിഷ്കളങ്കനായിട്ടുള്ള വ്യക്തി പെട്ടെന്ന് ജീവിതത്തിൽ പുള്ളിയുടെ കുടുംബത്തിന്റെ പ്രാരാബ്ധവും ഭാരവും ഒക്കെ ചുമക്കേണ്ടി വരികയും അവസാനം അത് സഹിക്കാൻ പറ്റാതെ അദ്ദേഹം മരിക്കുകയും ചെയ്യുന്ന ഒരു സിനിമ. അപ്പൊ അതിന്റെ ഒരു സിനോപ്സിസ് ആണ് ശരിക്കും ഈ പാട്ട്. പുലരിത്തു മഞ്ഞു തുള്ളിയിൽ പുഞ്ചിരിയിട്ടു പ്രപഞ്ചം. ആ തുള്ളിയിൽ എത്ര ഇന്നസെൻസ് ഉണ്ടോ അതിൽ പുഞ്ചിരി പ്രപഞ്ചം ഇട്ടു. അത് ഒരു പ്രഭാതത്തിന്റെ, പക്ഷെ ഭാരം താങ്ങാനരുതാതെ നീർമണി വീണു ഉടഞ്ഞു എന്നാണ്. ആ പുല്ലിന്റെ തുമ്പത്തിരിക്കുന്ന നീർമണി താഴേക്ക് വീണുടഞ്ഞു എന്നാണ്. അത്രയും ഭാരം പോലും പുല്ലിന് താങ്ങാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അതാ കവിതയിലൂടെ അദ്ദേഹം കൊണ്ടുവന്നു കാവാലം സാറ്. എനിക്ക് ട്യൂണില് എനിക്ക് തോന്നിയത് കത്തിത്തീർന്ന പകലിന്റെ അല്ലെ, അതിന്റെ ഹമ്മിങ് കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കാമായിരുന്നു അല്ലെ, മോന് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും അത്. കത്തിത്തീർന്ന പകലിന്റെ പൊട്ടും പൊടിയും ചാർത്തി ആ ഒരു ഇമോഷൻ വന്നു, പക്ഷെ നോട്ട് അപ്പോഴത്തേക്കും കുറച്ച് സ്ലിപ്പായി പോയി. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ, വേറെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഗുഡ് ലക്ക് ഫോർ സെലക്ടിങ് ദിസ് സോങ്. അത് ഭംഗിയായിട്ട് പാടിയതിനും എന്റെ അഭിനന്ദനങ്ങൾ. അജൽ, വെരി ഗുഡ്, മിടുക്കനായി പാടി. ഈ ഉള്ളിൽ നിന്ന് പാടുക, അല്ലെങ്കിൽ ഹൃദയം കൊടുത്ത് പാടുക, മനസ്സറിഞ്ഞ് പാടുക എന്നൊക്കെ പറയുന്നത് മോനെ ഇതാണ്. അത്ര കേൾക്കുന്നവർക്കും ഈ പാട്ട് ആദ്യം കേൾക്കുന്നവർക്കും ഭയങ്കര കരയുമായിരുന്നു അവിടെ ഇരുന്ന്. കുറച്ചു നേരം അവിടെ നിന്ന് കരഞ്ഞു. നെഞ്ചത്തടിക്കുന്ന ഒച്ച വരെ ഞാൻ കേട്ടു. ഞാൻ പതുക്കി അടിക്കൂ, ഇവിടെ ഒച്ച കരുന്നു. പുള്ളിക്കാരി ഒതുക്കിയിരുന്ന് കരഞ്ഞു. കരഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം മോൻ ഇത്ര കുഞ്ഞു പ്രായത്തില് ദാസാറ് പാടി ഈ പാട്ട് അതിന്റെ അതേ ആ ഫീല് കൊടുത്ത് ഇത്ര ഉൾക്കൊണ്ട് പാടാൻ പറ്റുന്ന മോന് ദൈവം അനുഗ്രഹിച്ച് കിട്ടിയ വലിയൊരു അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ പാടാൻ പറ്റുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് നീർമണി വീണുടഞ്ഞു ആ ഭാഗം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ എവിടെയാ വർണ്ണചിത്രങ്ങൾ പോലും, പുലരി പിറക്കുന്നു വീണ്ടും, ഇതൊക്കെ ഭയങ്കര മനസ്സിൽ കൊണ്ടു നമ്മുടെ കേട്ടാ. എവിടെയായിരുന്നു മോനെ ആ നീർമണി? എനിക്ക് ഭയങ്കര ഇഷ്ടം, ഒന്നും കൂടെ കേൾക്കാൻ ഒരാഗ്രഹം. ഭാരം താങ്ങാനരുതാതെ അതിപ്പോ പാടിയതാ, പാടി വന്നപ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നാട്ടാ പറഞ്ഞത്. ഒത്തിരി ഭാഗങ്ങളുണ്ട്, 2-3 എഴുതി വെക്കാൻ പറ്റുള്ളൂ. ഇനിയും മിടുക്കനായി നന്നായി പാടട്ടെ. അങ്ങനെ നമ്മുടെ ജൂനിയർ ഐഡലിലെ സീസണിലെ കുട്ടികള് എല്ലാവരും ബെസ്റ്റായി പാടുന്നു, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കട്ടെ കേട്ടാ. എന്തോ ചീത്ത കാര്യമൊക്കെ ചെയ്യണല്ലേ. അജൽ, ഫാന്റാസ്റ്റിക് സിംഗിങ്, അസാധ്യമായിട്ട് പാടി മോനെ. ഞങ്ങൾക്ക് സന്തോഷമുണ്ട് നിങ്ങളെപ്പോലുള്ള കുട്ടികൾ ഈ പ്രോഗ്രാമിൽ കോമ്പീറ്റ് ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോൾ. ആദ്യം തന്നെ ഒരുപക്ഷെ ആസ് എ ലിസ്ണർ അകലെ അകലെ നീലാകാശത്തിന് ശേഷം ഈ രാഗത്തിൽ, ചാരുകേശി എന്ന രാഗത്തിൽ മലയാളത്തിന് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ല ഗാനങ്ങളിലൊന്നാണ് ഇത്. ദേവരാജൻ മാസ്റ്റർ അത്രയും നല്ലൊരു കമ്പോസിഷൻ. മോന്റെ സിംഗിങ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം, ഇനി വരാൻ പോകുന്ന ഒരു നല്ല ഗാനം ഇവർ കേൾക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഞാൻ കേട്ടു, ഐ വാസ് ഫോർച്ചുനേറ്റ് ടു ലിസൺ ടു ദാറ്റ് സോങ്. മോനെ, ചില ഗായകരുടെ ഒരു സവിശേഷത എന്ന് പറയുന്നത്, ചിലവർ നല്ല ട്രെയിനിങ് എടുത്തതിന് ശേഷം അവരുടെ രാഗഭാവം ഡെവലപ്പ് ആവും. ചിലവർക്ക് അത് ബൈ ബർത്ത് തന്നെ ദൈവം സമ്മാനിക്കും. അത്തരത്തിലുള്ള ഒരു ഗായകനാണ് അജൽ. അറിഞ്ഞോ അറിയാതെ ചാരുകേശി എന്ന രാഗം പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല മോൻ, പക്ഷെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ രാഗത്തിന്റെ എസെൻസ് നമുക്ക് സമ്മാനിച്ചു മോൻ ഈ പാട്ടിലൂടെ. കൺഗ്രാറ്റുലേഷൻസ് ഫോർ ദാറ്റ്. ഒപ്പം നല്ല ഉച്ചാരണവും, അതും വളരെ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യം. എനിക്ക് മോനെ കാണുമ്പോൾ ചിലപ്പോൾ തോന്നാറുള്ള ഒരു സജഷൻ മാത്രമാണ്, മോൻ ഒന്നുകൂടി ആഹാരം കഴിച്ച് ഒന്നുകൂടി ഉഷാറായാൽ പാട്ടിനെയും അത് നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് തോന്നാറുണ്ട്. അതും കൂടി വളരെ കാര്യഗൗരവമായിട്ട് ശ്രദ്ധിക്കുക. അത് കുറച്ചുകൂടി ഹെൽത്തി ആയാൽ നമ്മുടെ സിംഗിങ്ങിനെ അത് സപ്പോർട്ട് ചെയ്യും. ദാറ്റ്സ് ഡെഫിനറ്റ്ലി എ ഫാക്ടർ വിച്ച് യു ക്യാൻ കൺസിഡർ.
പാട്ട് അസാധ്യമായിട്ട് പാടി. ബിചേട്ടൻ പറഞ്ഞ പോലെ ആലാപിലുള്ള ചെറിയൊരു ഫ്ലോ ആണ് തോന്നിയത്. ബാക്കി എന്തുകൊണ്ടും അതിമനോഹരമായ ഒരു ഗാനം. ഇത് നമുക്ക് സമ്മാനിച്ച അതിന്റെ ക്രിയേറ്റേഴ്സ് ഭരത് ഗോപി, മോഹൻലാൽ, സുകുമാരൻ ചേട്ടൻ്റെ ഒരു നല്ല റോളുള്ള ഒരു സിനിമയായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ദേവരാജൻ ആൻഡ് കാവാലം, നാരായണ പണിക്കർ, ഇവരുടെ എല്ലാവരെയും തന്നെ മനസ്സാ സ്മരിച്ചുകൊണ്ട് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു അനൂപേട്ട. ജഡ്ജസ് പറഞ്ഞ കേട്ടില്ലേ, ആദ്യമായിട്ടായിരിക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറയുന്നത് അല്ലെ? എല്ലാവരും പറയോ? ജഡ്ജസ് പറഞ്ഞ പോലെ എല്ലാവരും പറയും. അമ്മയച്ഛനും പറയും. അമ്മയും അച്ഛനും പറയും. ഭക്ഷണം കഴിക്കൂല? കുറച്ചൊക്കെ. ഇനി കുറച്ച് എനർജി ഡ്രിങ്ക് എല്ലാം, ബൂസ്റ്റും ഹോർലിക്സ് എല്ലാം മിക്സ് ചെയ്ത് അടിച്ചോ, എന്നിട്ട് സ്റ്റേജിലേക്ക് വന്നാൽ മതി. അപ്പോൾ സ്കിറ്റിംഗ് ഇനി നമുക്ക് മാർക്സ് അറിയാം. ബീച്ചേട്ട് ഔട്ട് ഓഫ് 30 27.75. 27.75. റിം ചേച്ചി ഔട്ട് ഓഫ് 30 27.75. again 27.75. അനൂപേട്ട ഞാനും കുറയ്ക്കുന്നില്ല മോനെ, 27.75 ഔട്ട് ഓഫ് 30. again 27.75. ഇനി ഓവറോൾ പെർഫോമൻസ് ഔട്ട് ഓഫ് 10. ഫീല് എനിക്ക് കുറയ്ക്കാൻ തോന്നുന്നില്ല, ബിക്കോസ് അതൊരു ഓപ്റ്റിമം ഫീലാണ്. 3 ഔട്ട് ഓഫ് 3. താങ്ക് യു ബീച്ചേട്ടാ. റീം ചേച്ചി എക്സ്പ്രഷന് മോന് ഒരു ഇത്തിരി പോലും മാർക്ക് കുറയ്ക്കേണ്ടതായിട്ട് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് 3-ൽ 3. ഫുൾ സ്കോർസ്. അനൂപേട്ട ഔട്ട് ഓഫ് 4. മോനെ ഔട്ട് ഓഫ് 4. തീർച്ചയായിട്ടും ഈ മേഖലയിൽ ഒന്നുകൂടി മോൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് മോൻ പ്രസന്റ് ചെയ്യണം പാട്ട്, ഒന്നുകൂടി ചിരിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ 3.25 ഔട്ട് ഓഫ് 4. താങ്ക് യു അനൂപേട്ട. 92.5 on 100. ബ്രില്യന്റ് സ്കോർസ്. നമുക്കിതൊന്നും പുത്തരിയല്ല അല്ലേ? ഈ ഷോയിൽ വന്നതിന് ശേഷം 80 ഡൗൺ ആയോ? ഏതെങ്കിലും എബൌ 90 ആയിരുന്നില്ല എല്ലാം? ഒന്ന് മാത്രം. ഇത്രയും റൗണ്ടുകളിന് ശേഷം ഒരു റൗണ്ടിൽ മാത്രം 80 കുറഞ്ഞു അല്ലെ? ഇനി അങ്ങനെയൊന്നും വരില്ല എന്ന് തന്നെ വിചാരിക്കുന്നു. 90s തന്നെ നിൽക്കട്ടെ മാർക്സ് എല്ലാം. ഗുഡ് ലക്ക്. താങ്ക് യു. വാശിയേറിയ മത്സരാർത്ഥികൾ, ഒന്നിനൊന്ന് മികച്ച പ്രകടനം. ആരായിരിക്കും അടുത്ത ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2 വിന്നർ? കാത്തിരുന്ന് കാണാം. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ബട്ട് ബിഫോർ വൈൻഡിങ് അപ്പ്, ലെറ്റ് മീ റിമൈൻഡ് യു സംതിങ്. നമ്മുടെ മെയിൻ സ്പോൺസേഴ്സ് ആണ് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി. നിങ്ങളുടെ ട്രാവൽ നീഡ്സിന് എപ്പോഴും യു ക്യാൻ കൺസൾട്ട് ITL വേൾഡ് ട്രാവൽ മാനേജ്മെന്റ് കമ്പനി ബൈ സേയിങ് ദാറ്റ് ഇറ്റ്സ് മീ മേഘ്ന സൈനിങ് ഔട്ട് ഫ്രം യുവർ ഫേവറേറ്റ് ഷോ ITL വേൾഡ് ജൂനിയർ ഐഡൽ സീസൺ 2. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ ആൻഡ് ബൈ. പണ്ടത്തെ കളിത്തോളം കാഴ്ചവയ്ക്കുന്നു മുന്നിൽ. ബ്രില്യന്റ് ആയിട്ട് മോൻ പാടി. ഓർക്കുക വല്ലപ്പോഴും, ഓർക്കുക വല്ലപ്പോഴും. നല്ലൊരു കവിത നല്ലോണം ചൊല്ലിവൻ. കലൈവാണിയേ கலைவாணியே Hats off. உனைத்தானே அழைத்தேன் உயிர்த்தீயே വളർത്തേൻ വര വേണ്ടും വരം വേണ്ടും തുടിത്തേൻ. മൊത്തം ഒരു ഐശ്വര്യപൂർണമായ ഒരു ഗാനം. നല്ല രസമുണ്ടായിരുന്നു മോനെ. എന്തായാലും നാദാപുരം പള്ളിയിലെ ചന്ദന കൂടത്തിന് ഗംഭീരമായിട്ടുള്ളൊരു പാട്ടാണ്. ഗംഭീരമായിട്ട് പാടി. വടക്കൻ കേരളത്തിന്റെ കാറ്റ് ആ തട്ടത്തിൽ ഇങ്ങനെ തട്ടി തട്ടി പോകുമ്പോൾ പെണ്ണിന്റെ മൊഞ്ച് കൂടി കൂടി വരുന്നു. Remy Tommy, Bijibal, Anup Shankar and Meghna's costume sponsored by Rajakumari Total Shopping, Attingal, Pothankode.